ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാ സജ്ജനങ്ങൾക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ചാനലിലേക്ക് ആദ്യമായി എത്തിയവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റും ഷെയറും എല്ലാം തന്ന് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ കാലയവന വധം എന്ന ഭാഗമാണ് വായിച്ചിരുന്നത്. അത് മുഴുവനായിരുന്നില്ല. അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെയും കേൾക്കാം. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കേശവൻ കാലയവനനെ ബുദ്ധിപൂർവം നയിച്ച് ശ്യാമള പർവ്വതത്തിലെത്തിച്ചു. കാലയവനൻ്റെ കുതിര ക്ഷീണിച്ചു തുടങ്ങി. വായിൽ നിന്ന് നുരയും പതയും വീണു. പർവ്വതത്തിൻ്റെ തടപ്രദേശത്തെത്തിയ കേശവൻ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി പിന്നാലെ വരുന്ന കാലയവനനെ നോക്കി. കേശവൻ ഇറങ്ങുന്നത് കണ്ട് ആനന്ദത്തോടെ കാലയവനൻ കുതിരയെ പായിച്ചു. ഭയവിഹ്വലത നടിച്ച കേശവൻ പർവ്വതത്തിലേക്ക് ഓടിക്കയറി. കുതിരപ്പുറത്തു നിന്ന് ചാടി വീണ് വാളും ചുഴറ്റി കാലയവനൻ പിന്നാലെ പാഞ്ഞു. മുകളിലേക്ക് ഓടിക്കയറിയപ്പോൾ കാലയവനൻ കിതച്ചു. കേശവനും ക്ഷീണം നടിച്ചു. മാധവൻ പാറപ്പുറത്ത് പിടിച്ചു കയറി പുല്ലുകൾ വകഞ്ഞു മാറ്റി മുകളിലേക്ക് നൂണ് പോയി. ആക്രോശിച്ചുകൊണ്ട് കാലയവനനും തൊട്ടുപുറകിലായി വന്നുകൊണ്ടിരുന്നു. കാലിച്ചെറുക്ക, നിന്റെ അന്ത്യമെടുത്തു. നിന്റെ രക്തം ഞാൻ ഊറ്റി കുടിക്കും. ദയനീയനെ പോലെ കേശവൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ശക്തിയെടുത്ത് ഓടി. പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് വലിയ ഒരു ഗുഹയുണ്ടായിരുന്നു. കൃഷ്ണൻ ഗുഹാമുഖത്തെത്തി. ഒരു നിമിഷം നിന്നു. കാലയവനൻ ഒരു തിടിൽ കയറി മറിഞ്ഞു വരികയായിരുന്നു. കേശവൻ നിൽക്കുന്നത് കണ്ടപ്പോൾ യവനന് ദേഷ്യം വർദ്ധിച്ചു. ചൊടിച്ചുകൊണ്ട് രാജാവ് ആഞ്ഞ് ഓടി. കേശവൻ ഗുഹയുടെ ഉള്ളിലേക്ക് പാഞ്ഞു കയറി. പിറകിൽ ഓടിയെത്തിയ കാലയവനനും ഗുഹയിലേക്ക് കയറി. തടപ്രദേശത്ത് യവനൻ്റെ സൈന്യങ്ങൾ എത്തിക്കഴിഞ്ഞു. കേശവൻ ഓടിക്കയറിയ ഗുഹയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാം അറിയുന്ന ഗോകുലേശ്വരൻ കാലത്തിൻ്റെ കർമ്മം പൂർണ്ണമാക്കുവാനാണ് യവനൻ്റെ മുന്നാലെ ഓടിയത്. വിധിയുടെ ചലനം നിയതമാണ്. അതിനെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. വന്നു തീരേണ്ടത് വന്നു തീരുക തന്നെ വേണം. സൂര്യവംശത്തിൻ്റെ നിറദീപമായിരുന്നു മാന്ധാതാവ്. മാന്ധാതാവിൻ്റെ മൂത്തപുത്രനായിരുന്നു അംബരീക്ഷൻ. ഹരിഭക്തനായിട്ടാണ് അദ്ദേഹം സായുജ്യമടഞ്ഞത്. അംബരീക്ഷൻ്റെ അനുജൻ ധീരനും വീരനും യോദ്ധാവുമായിരുന്നു. മുച്ചുകുന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോരമായ ഒരു പോരുണ്ടായി. അതിശക്തമായിരുന്നു യുദ്ധം. പോരിൽ വിണ്ണവരുടെ ഭാഗം പരാജിതമായി. ദേവേന്ദ്രനും മറ്റുള്ളവരും അനന്തര കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ബൃഹസ്പതി പറഞ്ഞു, ദേവപദേ, ഭൂലോകത്ത് മാന്ധാതാവിൻ്റെ മകനും ഹരിഭക്തനും അംബരീക്ഷൻ്റെ അനുജനുമായ മുച്ചുകുന്ദൻ എന്ന ഒരു രാജാവുണ്ട്. ധീരനും യോദ്ധാവും ത്രിവിക്രമനുമാണ് അദ്ദേഹം. മുച്ചുകുന്ദനെ കൊണ്ടുവന്നാൽ ദേവലോകത്ത് നിന്ന് നമുക്ക് അസുരന്മാരെ പായിക്കാം. ദേവേന്ദ്രൻ അപ്പോൾ തന്നെ വൈശ്രവണൻ്റെ അനുമതിയോടെ പുഷ്പക വിമാനം കൊടുത്ത് മാതലിയെ അയച്ചു. ദൂതുമായി വന്ന ദൂതനെ ബഹുമാനിച്ച് നാഗപതിയുടെ അഭിമതം പൂർത്തിയാക്കുവാൻ ദേവലോകത്തേക്ക് യാത്രയായി. യുദ്ധകാര്യത്തിനാണ് തന്നെ വരുത്തിയതെന്നറിഞ്ഞപ്പോൾ മുച്ചുകുന്ദൻ വളരെ സന്തോഷിച്ചു. ഏറെ നാളായി തൻ്റെ ഖഡ്ഗം
രക്തപാനം നടത്തിയിട്ട്. അതിന് തരമായിരിക്കുന്നു. മുചുകുന്ദൻ്റെ മനസ്സ് ആനന്ദത്തിലാറാടി. മുചുകുന്ദനും ദേവസൈന്യവും യുദ്ധരംഗത്തേക്ക് നീങ്ങി. രാക്ഷസന്മാരുമായി മുചുകുന്ദൻ ഏറ്റുമുട്ടി. കനത്ത യുദ്ധം തന്നെ നടന്നു. രാക്ഷസപ്പടയിൽ അഗ്നിയായി മുചുകുന്ദൻ കയറി. ശലഭങ്ങൾ കണക്ക് രാക്ഷസന്മാർ പൊരിഞ്ഞു. യുദ്ധം പെട്ടെന്ന് തീരുമെന്ന് കരുതിയവർക്ക് തെറ്റി. ദിവസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. എത്ര നാളായി യുദ്ധം തുടങ്ങിയിട്ടെന്ന് മുചുകുന്ദൻ മറന്നു. നിർനിദ്രനായും നിരാഹാരനായുമുള്ള യുദ്ധം മുചുകുന്ദനെ വല്ലാതെ തളർത്തി. എങ്കിലും വിബുധന്മാരെ രക്ഷിക്കണമെന്ന ചിന്തയോടെ മുചുകുന്ദൻ കനത്ത പോര് തന്നെ നടത്തി. ആ പോരിൽ രാക്ഷസന്മാർ തോറ്റു. അവർ പാതാളത്തിലേക്ക് ഓടിമറിഞ്ഞു. രാത്രിഞ്ചരന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും ദേവലോകം മോചിതമായി. സന്തോഷത്തോടെ ദേവേന്ദ്രൻ മുചുകുന്ദനെ ആലിംഗനം ചെയ്തു. രാജാവിനോട് ദേവപ്രഭു പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ കീർത്തി എന്നും നിലനിൽക്കും. ദേവലോകം അങ്ങയുടെ കരത്താലാണല്ലോ മോചിതമായത്. രാജൻ, സന്തോഷത്തോടെ ഞാൻ പറയുന്നു, അങ്ങ് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക. എന്തായാലും തരുന്നതാണ്. മുചുകുന്ദൻ ദേവേന്ദ്രനോട് പറഞ്ഞു, പ്രഭോ, ദേവപദേ, ഞാൻ രണത്തിൽ ക്ഷീണിതനാണ്. എനിക്ക് സുഖമായ നിദ്ര വേണം. ദീർഘകാലം നിദ്രാദേവി എന്നെ പുണർന്നിരിക്കണം. അതാണ് എനിക്ക് ആവശ്യമുള്ള വരം. മുചുകുന്ദൻ്റെ വരപ്രാർത്ഥന കേട്ട് ദേവപതിയും ദേവന്മാരും അതിശയിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു, താങ്കൾ ചോദിച്ച വരം അത്ഭുതമുളവാക്കുന്നതു തന്നെയാണ്. സുഖഭോഗങ്ങളോടെ മന്നിടത്തിൽ നിത്യയൗവന ദീപ്തനായി വസിക്കുവാനുള്ള വരം ഞാൻ തരാം. അങ്ങ് ആവശ്യപ്പെട്ടാൽ മതി. മണിഹർമ്മ്യത്തിൽ സൗന്ദര്യവതികളായ കന്യകമാരുടെ പരിരംഭണ സുഖലഹരിയിൽ അങ്ങയ്ക്ക് ആറാടാം. ചോദിച്ചു കൊള്ളുകയേ വേണ്ടൂ. മുചുകുന്ദൻ പറഞ്ഞു, പ്രഭോ, എനിക്ക് അത്തരം സുഖങ്ങൾ ഒന്നും വേണമെന്നില്ല. ക്ഷീണം മുറ്റിയ എനിക്ക് നിദ്ര വേണം. ഈ കടന്നുപോയ കാലമത്രയും ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറങ്ങണം. അതിന് ഭവാൻ അനുഗ്രഹിച്ചാൽ മതി. ദേവപതി പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ അഭിമതം എങ്ങനെയോ അങ്ങനെയാവട്ടെ. അങ്ങ് ചോദിച്ച വരം ഞാൻ തരുകയാണ്. നിദ്ര അങ്ങയെ പുണരും. മന്നിടത്തിൽ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഭാഗമായ ശ്യാമള പർവ്വതത്തിൽ വിശുദ്ധമായ ഒരു ഗുഹയുണ്ട്. അങ്ങ് അവിടെ ചെന്ന് കിടക്കുക. നിദ്രയിൽ സർവ്വതും മറന്ന് താങ്കൾ ലയിക്കും. എന്നല്ല ആരെങ്കിലും ഭവാനെ ശല്യപ്പെടുത്തി ഉണർത്തിയാൽ അങ്ങയുടെ നേത്രാഗ്നിയിൽ അവൻ ഭസ്മമായി തീരും. ഇങ്ങനെ അനുമതി നൽകി വാസവൻ വാസരാധീശ വംശജനെ മന്നിടത്തിലേക്ക് അയച്ചു. മുചുകുന്ദൻ പർവ്വതത്തിലെ ഗുഹയിൽ എത്തി നിദ്രയും ആരംഭിച്ചു. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഋതുക്കൾ മാറി മാറി വന്നു. വസന്തം വരുകയും ഹേമന്തം മന്നിടത്തിന് തണുപ്പ് നൽകുകയും ചെയ്തു. മുചുകുന്ദൻ നിദ്രാവശങ്കനായി ലോകഗതി അറിയാതെ കിടന്നു. ഗോകുലേശന് മുചുകുന്ദ കഥ അറിയാമായിരുന്നു. കേശവൻ ഗുഹയിലേക്ക് ഓടിക്കയറി. പിന്നാലെ കാലയവനനും എത്തി. ഗുഹയ്ക്കകം തമസിൽ നിമഗ്നമായിരുന്നു. കേശവൻ മുചുകുന്ദൻ കിടക്കുന്ന സ്ഥലത്ത് ഓടിയെത്തി. മേൽവസ്ത്രമെടുത്ത് രാജാവിനെ പൊതിഞ്ഞിട്ട് ഗുഹയുടെ ഒരു വശത്ത് ഒളിച്ചു നിന്നു. കേശവനെ ആ ഇരുട്ടിൽ കാണുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. പിന്നാലെ ഓടിയെത്തിയ കാലയവനൻ്റെ ദീർഘനിശ്വാസം ഗുഹയിൽ മുഴങ്ങി. രാക്ഷസൻ പല പ്രാവശ്യം ഗുഹയിൽ അലഞ്ഞു നടന്നു. കൈവഴികളുള്ള ഗുഹയുടെ ഒരു ഭാഗത്തായിരുന്നു മുചുകുന്ദൻ ഉറങ്ങിക്കിടന്നത്. കാലയവനൻ അവസാനം മുചുകുന്ദൻ കിടന്നുറങ്ങുന്ന സ്ഥലത്തെത്തി. ഇരുട്ടിൽ കാലയവനൻ രാജാവിനെ കണ്ടില്ല. എല്ലായിടവും തപ്പി നടന്ന രാക്ഷസന്റെ കാലുകൾ എന്തിലോ തട്ടി. ഞെട്ടിയ കാലയവനൻ പെട്ടെന്ന് കുനിഞ്ഞു നോക്കി. ആരോ ഉറങ്ങുന്നു. കാലയവനൻ ഒന്നുകൂടെ സൂക്ഷിച്ച് പരിശോധിച്ചു. അതാ കിടക്കുന്നു കൃഷ്ണൻ. യവനൻ്റെ ഉള്ളിൽ ആഹ്ലാദം നുരഞ്ഞു കയറി.
മഞ്ഞ പട്ട് പുതച്ചു കിടക്കുന്ന രൂപത്തെ അരണ്ട വെളിച്ചത്തിൻ്റെ തെളിച്ചത്തിൽ കാലയവനൻ കണ്ടു. കോപം കൊണ്ട് സ്ഥാനം മറന്ന കാലയവനൻ ആക്രോശത്തോടെ പറഞ്ഞു, എടാ കൃഷ്ണ, നീ ഇവിടെ വന്ന് ഒളിച്ചു കിടക്കുകയാണ് അല്ലേ? നിന്നെ ഞാൻ കണ്ടുപിടിക്കുകയില്ലെന്ന് കരുതിയത് അബദ്ധമായി. തന്ത്രശാലിയാണ് നീ എന്ന് എനിക്കറിയാം. നിന്റെ എല്ലാ കുതന്ത്രങ്ങളും ഇന്ന് തീരും. ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കാലയവനൻ മുചുകുന്ദൻ്റെ നെഞ്ചിൽ ശക്തിയായി ചവിട്ടി. വിധിയുടെ പൊരുൾ ആർക്കറിയാം? സത്യത്തിൻ്റെ മുഖം എങ്ങനെയാണ് തെളിഞ്ഞു വരുന്നത് എന്ന് പ്രവചിക്കുവാനാവുകയില്ലല്ലോ. യവനൻ മാറിലേൽപ്പിച്ച പദചലനം രാജാവിനെ ഉണർത്തി. ഞെട്ടിയുണർന്ന രാജാവ് തൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തിയത് ആര് എന്ന് ചിന്തിച്ച് കോപത്തോടെ ചാടി എഴുന്നേറ്റു. ഇരുട്ടിൽ ദുർഭൂതം പോലെ പല്ലിളിക്കുന്ന കാലയവനൻ അലറി, എടാ കൃഷ്ണ, വാളെടുക്കുക, പൊരുതുക. നിരായുധനോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. ഇതാ വാൾ. നിന്റെ ശക്തിയൊന്നറിയട്ടെ. കംസനെ ചതിച്ചു കൊന്നവനല്ലേ നീ? വേഗം പോരടിക്കുക. നിന്റെ രുധിരം മോന്തുവാൻ എൻ്റെ വാൾത്തല തുടിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് മുചുകുന്ദൻ്റെ മുമ്പിലേക്ക് കാലയവനൻ വാൾ നീക്കിയിട്ടു. കാലയവനൻ്റെ വാക്കുകൾ മുചുകുന്ദൻ യഥാർത്ഥത്തിൽ കേട്ടില്ല. ദേവപതി തനിക്ക് തന്ന വരം ഓർക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. ത്രുടിയിൽ ഗുഹ പ്രകാശമാനമായി. മുചുകുന്ദൻ ചുവന്നു. വദനത്തിനു ചുറ്റും അഗ്നിയുടെ ഒരു പടലം പ്രത്യക്ഷമായി. അത് കത്തിയുയരുവാൻ തുടങ്ങി. മുചുകുന്ദനിൽ ഉറങ്ങിക്കിടന്ന ശാപാഗ്നി കത്തിജ്വലിച്ച് പുറത്തിറങ്ങി. അഗ്നിക്കറ്റ രാജാവിനെ വലം വെച്ചു. എന്നിട്ട് കാലയവനൻ്റെ സമീപത്തേക്ക് പാഞ്ഞു വന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും അറിയാതെ കാലയവനൻ കത്തിയെരിഞ്ഞു. കാലയവനൻ പുറത്തേക്ക് പോകുവാൻ ഭാവിച്ചു. ആ ഗുഹ മുഴുവൻ അഗ്നിയിൽ മൂടിയിരിക്കുന്നത് രാക്ഷസൻ അറിഞ്ഞു. കാലയവനൻ അലറിക്കൊണ്ട് പ്രാണനു വേണ്ടി പിടഞ്ഞുഴറി. ഗുഹയിൽ എവിടെ എത്തിയാലും അഗ്നി വായും പിളർന്നടുക്കുകയാണ്. കാലയവനൻ്റെ വേദന കലർന്ന രോദനം ഉയർന്നു. അഗ്നി ആ രാക്ഷസൻ്റെ വസ്ത്രത്തിൽ പടർന്നു. അവനെ പൊതിഞ്ഞ് അനിലൻ എരിഞ്ഞുകയറി. കാലയവനൻ ഓടുവാനാവാതെ ഉഴറി വീണു. അവൻ്റെ ശരീരത്തിൽ അഗ്നി ഘോര താണ്ഡവം നടത്തി. കാലയവനൻ്റെ ശബ്ദം നേർത്തു വന്നു. പിന്നെ ഇല്ലാതായി. രാക്ഷസരാജാവ് ചാമ്പലായി. പെട്ടെന്ന് അഗ്നി ചുരുങ്ങി ഒരു ചെറിയ ഗോളമായി മുചുകുന്ദൻ്റെ കണ്ണുകളിൽ ലയിച്ചു ചേർന്നു. എല്ലാം അവസാനിച്ചു. യഥാർത്ഥത്തിൽ എന്ത് നടന്നുവെന്ന് മുചുകുന്ദന് അറിയുവാൻ വയ്യ. പെട്ടെന്ന് അലൗകികമായ ഒരു തേജസ് അവിടെ പരന്നു. വിസ്മയം ജനിപ്പിക്കുന്ന ആ പ്രകാശധാരയിൽ കുളിച്ച് മുചുകുന്ദൻ നിന്നു. രാജാവിൻ്റെ മുൻപിൽ മുരളീധരൻ പ്രത്യക്ഷപ്പെട്ടു. സൗവർണ കിരീടത്തോടും പുഞ്ചിരി തഞ്ചുന്ന മുഖത്തോടും വനമാലിയും കൗസ്തുഭവും ധരിച്ച് വിളങ്ങുന്ന കേശവനെ കണ്ട് മുചുകുന്ദൻ കരം കൂപ്പി നിന്നു. കേശവൻ പറഞ്ഞു, മുചുകുന്ദ മഹാരാജൻ, മധുരയിലെ വസുദേവൻ്റെ പുത്രനായ കൃഷ്ണനാണു ഞാൻ. അങ്ങ് എന്നെ ഇതിനു മുൻപ് കണ്ടിരിക്കുവാനിടയില്ല. മുചുകുന്ദൻ പറഞ്ഞു, പ്രഭോ, ഇനിയും അടിയനെ പരീക്ഷിക്കരുതേ. അങ്ങയുടെ ദാസനായ മുചുകുന്ദൻ്റെ മുമ്പിൽ പൂർണ്ണവേഷത്തോടെ നിന്നിട്ടും അങ്ങയെ മനസ്സിലായില്ലെന്ന് വന്നാൽ എൻ്റെ ഈ ജന്മം പാഴല്ലേ? മഹാവിഷ്ണോ, ഗോകുലനാഥ, എനിക്ക് മോക്ഷം തന്ന് അനുഗ്രഹിച്ചാലും. കേശവൻ പറഞ്ഞു, മുചുകുന്ദ, സൂര്യവംശത്തിലും ഞാൻ അവതരിച്ചിരുന്നു. അന്ന് രാമനായി വന്ന് രാവണൻ്റെ ദർപ്പം ഞാൻ അടക്കി. അപ്പോഴും ഭവാൻ നിദ്രയിലായിരുന്നു. ത്രേതായുഗം കടന്നുപോയി. ദ്വാപരയുഗം ആരംഭിച്ചു. ഞാൻ ഗോകുലത്തിൽ അവതരിച്ചു. കാലയവനൻ എന്ന അസുരൻ വിധിയിൽ അങ്ങയുടെ നേത്രാഗ്നിയിൽ വെന്തെരിയേണ്ടതാണ്. എന്നല്ല, ഭവാൻ ഉണരുകയും വേണമല്ലോ. താങ്കൾക്ക് വീണ്ടും മോചനം ലഭിച്ചിരിക്കുന്നു. പക്ഷേ സൂര്യവംശം ഇന്നില്ലെന്ന് ഓർക്കുക. അത് മഹർഷിമാരുടെ മനസ്സിൽ ഗാഥയായി നിലനിൽക്കുന്നു. മുചുകുന്ദൻ അത്ഭുതത്തോടെ ചോദിച്ചു, പ്രഭോ,
എൻ്റെ രാജ്യം എവിടെ പോയി? ബന്ധുക്കളും സ്വന്തക്കാരും എവിടെ പോയി? ഉറങ്ങി എഴുന്നേറ്റ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെന്നത് അത്ഭുതമായിരിക്കുന്നു. കേശവൻ പറഞ്ഞു. മുചുകുന്ദ, നീ ഉറങ്ങുവാൻ കിടന്നത് ത്രേതായുഗത്തിലാണ്. അന്ന് ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരോ പ്രജകളോ രാജ്യങ്ങളോ ഇന്നില്ല. ഇത് ദ്വാപരയുഗമാണ്. ത്രേതായുഗത്തിൻ്റെ അന്ത്യത്തിൽ നടന്ന പ്രളയകാലത്ത് എല്ലാം അവസാനിച്ചു. മഹാപിണ്ഡത്തിൽ ജീവവായുക്കൾ ഒന്നായി ലയിച്ച് ത്രേതായുഗത്തിൽ ജീവകൽപ്പകാലം എത്രയുണ്ടായിരുന്നോ അത്രയും കാലം ഭൂമണ്ഡലം അടക്കം പ്രപഞ്ചം ജലത്തിനടിയിൽ കിടന്നു. കാലമെത്തിയപ്പോൾ ജലമിറങ്ങി, കര തെളിഞ്ഞു, ത്രിമൂർത്തികൾ നിഷ്പന്നമായി, സൃഷ്ടിയുണ്ടായി, ജീവനുണ്ടായി, ജനമുണ്ടായി. ത്രേതായുഗത്തിലെ ഭൗതികത അതുപോലെ ദ്വാപരയുഗത്തിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ ജീവന് മാറ്റമില്ല. ഒരു കൽപ്പത്തിലും അതിന് വ്യത്യാസം വരുന്നില്ല. താങ്കളുടെ ശരീരവും ത്രേതായുഗത്തിൽ നശിച്ചു, പക്ഷേ ജീവന് മാറ്റമില്ല. അതുകൊണ്ട് ദ്വാപരയുഗം ഉണർന്നപ്പോൾ കാലഗതി പൂർണ്ണമാക്കുവാൻ താങ്കൾ അതുപോലെ ആവിർഭവിക്കുകയാണുണ്ടായത്. എങ്കിൽ പോലും ഭൗതികമായി താങ്കളുടെ ദേഹത്തിന് മാറ്റമുണ്ട്. മുചുകുന്ദ, ഒന്നോർക്കുക, ഇവിടെ ഒന്നും നശിക്കുന്നില്ല, പുതിയതായി ഒന്നും ജനിക്കുന്നുമില്ല. എല്ലാം സ്ഥിരമാണ്, സ്ഥിതമാണ്. മുചുകുന്ദൻ കൃഷ്ണൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. കേശവൻ പറഞ്ഞു, അങ്ങ് ബദര്യാശ്രമത്തിലേക്ക് പോവുക, അവിടെ വസിക്കുക, ശ്രേയസ്സുണ്ടാകും. മുചുകുന്ദനെ ആശ്രമത്തിലേക്ക് അയച്ച ശേഷം കേശവൻ മധുരയ്ക്ക് തിരിച്ചു. അടുത്ത ഭാഗം ദ്വാരക നഗരമാവുന്നു. കാലയവന ദാഹത്തിനു ശേഷം മാധവൻ ഗുഹാമുഖത്തെത്തി. തടപ്രദേശത്ത് യവനൻ്റെ അനേകം പടയാളികൾ എത്തിയിരുന്നു. അവരിൽ കുറച്ച് ആളുകൾ മല കയറുന്നുമുണ്ടായിരുന്നു. സായാഹ്നത്തിൽ അസ്തമിക്കുവാൻ വെമ്പുന്ന ആദിത്യൻ്റെ പ്രകാശത്തിൽ ജ്വലിക്കുന്ന കേശവനെ കണ്ട് സൈന്യങ്ങൾ ഞെട്ടിവിറച്ചു. കാലയവനൻ ഗുഹയിൽ വെന്തു മരിച്ചെന്ന് അവർക്ക് ബോധ്യമായി. അത്രമാത്രം അഗ്നിയും പുകയുമായിരുന്നല്ലോ ഗുഹയിൽ നിന്ന് ബഹിർഗമിച്ചത്. സൈന്യങ്ങൾ ക്ഷണനേരം പോലും നിന്നില്ല. കാറ്റു തട്ടിയ കരിയിലകൾ പോലെ പറന്ന് അവർ കാളിന്തി തടത്തിലെത്തി. കേശവൻ കാലയവനനെ വധിച്ച വിവരം അവർ പടകുടീരത്തിൽ അറിയിച്ചു. മധുര ഉപരോധിച്ച് നിൽക്കുകയായിരുന്നു യവനപ്പട. പെട്ടെന്ന് അവർ കൈനിലകളിലേക്ക് മടങ്ങി. ആ രാത്രിയിൽ തന്നെ യവനപ്പട രാജാവില്ലാതെ സിന്ധു നദീതടത്തിലേക്ക് തിരിച്ചു. യവനപ്പട തിരിച്ചു പോകുന്ന വിവരം മധുരയിലെ ജനങ്ങൾക്ക് ആഹ്ലാദം പകർന്നു. അവർ തെരുവിലിറങ്ങി ആഹ്ലാദ നൃത്തം നടത്തി. മധുര വീണ്ടും സുരക്ഷിതമായതായി ജനത സ്വപ്നം കണ്ടു. കുശസ്ഥലിയിലേക്ക് യാത്ര പോയ യാദവർ കരവീരപുരം കടന്നു. 1 വാരം കൂടി യാത്ര ചെയ്താൽ അവർ കുശസ്ഥലിയിലെത്തും. പിതൃഭൂമി തേടിയുള്ള ആ യാത്ര അതിശയം ജനിപ്പിക്കുന്നതായിരുന്നു. കുശസ്ഥലിയോടടുക്കും തോറും എല്ലാവരിലും ആനന്ദം ഉണ്ടായി വന്നു. സുരക്ഷിതത്വ ബോധം യാദവരിൽ പടർന്നു കയറി. ഒരിക്കലും പോരുണ്ടാവാത്ത ഒരു സ്ഥലത്ത് പോയി സുഖമായി ജീവിക്കുവാനാണ് ഈ യാത്ര എന്ന് അവർക്ക് ബോധ്യമായി. മധുരയിലെത്തിയ കേശവൻ ചെമ്പഴുക്ക നിറമുള്ള കുതിരപ്പുറത്ത് കുശസ്ഥലിയിലേക്ക് യാത്രയായി. ഗോപികാരമണൻ്റെ കണക്കുകൾ തെറ്റിയില്ല. യാദവർ ദ്വാരകയിലെത്തും മുൻപ് അവിടെ മനോഹരമായ ഒരു നഗരം പണിയണമെന്ന് കേശവൻ ഉറച്ചു. അദ്ദേഹം കുശസ്ഥലിയിൽ യാദവർക്ക് മുമ്പേ എത്തി. രൈവതക പർവ്വതത്തിൽ വിശാലമായ പാറപ്പുറത്ത് ഭഗവാൻ ഇരുന്നു. അദ്ദേഹം വിശ്വകർമാവിനെ ധ്യാനിച്ചു. ഒരു നിമിഷം കഴിഞ്ഞില്ല, വിശ്വകർമാവ് കേശവൻ്റെ സമീപത്തെത്തി. ഗോകുലനാഥൻ്റെ പാദങ്ങൾ നമസ്കരിച്ചു. കേശവൻ പറഞ്ഞു, വിശ്വകർമാവേ,
താങ്കളെ വരുത്തിയത് ഒരു പ്രത്യേക കാര്യം ചൊല്ലുവാനാണ്. യാദവരുടെ പിതൃഭൂമിയാണ് ഈ കാണുന്ന പ്രദേശം. ഒരു കാലത്ത് മനോഹരമായ നഗരമായിരുന്നു ഇവിടം. ദേവപതിയുടെ നിർദ്ദേശപ്രകാരം കടൽ കയറി നഗരം ജലത്തിലാണ്ടു. ഇപ്പോൾ വരുണൻ ആ ഭൂമി തിരികെ തന്നിരിക്കുന്നു. ജരാസന്ധൻ്റെ ഭയത്തിൽ നിന്നൊഴിഞ്ഞ് യാദവർ വരികയാണ്. അവർക്ക് സുഖമായി പാർക്കുവാനുള്ള ഒരു നഗരം താങ്കൾ ഇവിടെ നിർമ്മിക്കണം. യാദവരുടെ അഭിമാനം ഉയർത്തുന്ന മണിസൗധങ്ങളും കോട്ടകൊത്തളങ്ങളും നഗരത്തിലുണ്ടാവണം. പ്രത്യേകം ഞാൻ ഒന്നും ചൊല്ലണമെന്നില്ലല്ലോ, എല്ലാം യോഗ്യം പോലെ ചെയ്യുക. വിശ്വകർമാവ് പറഞ്ഞു. ഗോകുലനാഥ, അങ്ങയുടെ അഭീഷ്ടം പോലെ എല്ലാം സാധിതമാകും. ഞാനിതാ മനോഹരമായ ഒരു നഗരം പണിയുവാൻ തുനിയുകയായി. യാദവർ എത്തും മുമ്പ് എല്ലാം ഒരുക്കണമല്ലോ. മനോരഞ്ജകവും മംഗളകരവുമായ ഒരു മുഹൂർത്തം നോക്കി ദേവശില്പി നഗരത്തിൻ്റെ നിർമ്മാണ ജോലി ആരംഭിച്ചു. സുന്ദരമായ ആ ദ്വീപിൽ 4 സ്വർണ്ണ ഗോപുരങ്ങളോട് കൂടിയ 7 ഉപദുർഗങ്ങൾ നിർമ്മിച്ചു. ഗോപുരങ്ങളിൽ നവരത്നഖചിതങ്ങളായ രമണീയ മകുടങ്ങൾ സ്ഥാപിച്ചു. ശില്പവൈചിത്ര്യം തികഞ്ഞ അനേകം മണിഹർമ്മ്യങ്ങളും ഛേദോഹരമായ പരസഹസ്രം ഗൃഹങ്ങളും നിർമ്മിച്ചു. രത്നവിരാജിതമായ രാജമന്ദിരങ്ങൾ മോടിയോടെ നിർമ്മിച്ചു. ഇന്ദ്രനീല കല്ലുകളാൽ പടുത്തുയർത്തപ്പെട്ട ഉന്നത രമ്യസൗധങ്ങളും മതിമോഹന സുവർണ വർണ്ണശമ്പളിതങ്ങളായ മണിമണ്ഡപങ്ങളും തങ്കത്തകിടുകൾ പാകിയ അങ്കണങ്ങളും വിചിത്ര വിശാല നൃത്തശാലകളും മനോജ്ഞ സ്നാനഘട്ടങ്ങളും വിസ്താരമേറിയ ഭോജനശാലകളും അതിന് യോജ്യമായ മഹാസനങ്ങളും മന്ത്രിമന്ദിരങ്ങൾ, ആനപ്പന്തികൾ, കുതിരപ്പന്തികൾ, രഥശാലകൾ, ഭടജനവാസ മന്ദിരങ്ങൾ തുടങ്ങി അനവധി സൗധങ്ങളും വിശ്വകർമാവ് നിർമ്മിച്ചു. അനവധി സുമങ്ങൾ വിരിഞ്ഞു പൊന്തുന്ന പൊയ്കകൾ, സർവത്തു കുസുമ സഞ്ചയങ്ങളോടുകൂടിയ വൃക്ഷലതാദികളും ദ്വാരകയിൽ ദേവശില്പി വിഭാവന ചെയ്തു. ദ്വാരകയുടെ മധ്യത്തായി ഗോകുലനാഥൻ ഇരിക്കുവാനുള്ള 7 നില മാളിക വിശ്വകർമാവ് നിർമ്മിച്ചു. അതിനു മുന്നിൽ നന്ദനാരാമം നമിക്കുന്ന പൂവനം രചിച്ചു. ആസ്ഥാന മണ്ഡപവും അന്തഃപുരമണി മന്ദിരങ്ങളും രത്നവിരാജിത തൽപ്പങ്ങളും ഹംസതൂലിക ശയ്യകളും പതാകകൾ പാറിക്കളിക്കുന്ന സ്വർണധ്വജങ്ങളും ദ്വാരകയ്ക്ക് മോടിയേകി. അത്ഭുതം ജനിപ്പിക്കുന്നതും ചൈതന്യം നിറഞ്ഞിരിക്കുന്നതുമായ ചൈത്യങ്ങളെ കൊണ്ട് ശോഭിക്കുന്ന ദ്വാരക സ്വർഗത്തെ നാണിപ്പിച്ചു. സൂര്യചന്ദ്രന്മാർ ദ്വാരക കണ്ട് അതിശയിച്ചു. ദേവന്മാർ മനോഹരമായ ആ നഗരം കണ്ട് അത്ഭുത വിവശരായി. കേശവന്റെ മുമ്പിലെത്തിയ ദേവശില്പി പറഞ്ഞു, പ്രഭോ, അടിയനാലാവും വിധം ഞാൻ ദ്വാരക നിർമ്മിച്ചു. പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്ന അങ്ങേക്ക് ഇത് കേവലമാണെന്നറിയാം. എങ്കിലും നയനങ്ങൾക്ക് തൃപ്തി വന്നെങ്കിൽ എന്നാശിക്കുന്നു. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവശില്പിയായ നിങ്ങളുടെ കഴിവുകൾ അപാരം തന്നെ. മനോഹരമായ ആ നഗരം എൻ്റെ ഭാവനയെപ്പോലും വെല്ലുന്ന രൂപത്തിൽ താങ്കൾ വിഭാവനം ചെയ്തു. താങ്കൾക്ക് നന്മ ഭവിക്കട്ടെ. വീണ്ടും വീണ്ടും വിശ്വകർമാവ് മണിവർണ്ണനെ വന്ദിച്ച് ദേവലോകത്തേക്ക് പോയി. മാധവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി ദ്വാരക ചുറ്റിക്കണ്ടു. യാദവരുടെ പിതൃഭൂമി വീണ്ടും അവർക്ക് നൽകുന്നതിൽ കേശവൻ ആഹ്ലാദം കൊണ്ടു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. കുശസ്ഥലിയിലേക്കുള്ള യാദവരുടെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സ്വീകരിക്കുവാൻ രേവതിയും പൗരാവലിയും തയ്യാറായി കഴിഞ്ഞു. മനോഹരമായി നിർമ്മിച്ച ദ്വാരക കുശസ്ഥലിയിലുള്ളവർക്ക് സംസാര വിഷയമായി. കരയും ദ്വാരകയുമായി ബന്ധിക്കുന്ന പാലം എല്ലാവർക്കും അത്ഭുതം ജനിപ്പിച്ചു. ഒറ്റ നോട്ടത്തിൽ ദ്വാരകയുടെ ഒരു ഭാഗം കരയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. എന്നാലോ അത് പാലവുമാണ്. ദേവശില്പിയുടെ കലാവിരുദിനെ സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ ശില്പമാതൃക. യാദവർ വരുന്ന വിവരം കുശസ്ഥലിയിലെ ദൂതന്മാർ കൊട്ടാരത്തിൽ അറിയിച്ചു.
ആദ്യം ബലരാമനാണ് കുതിരപ്പുറത്ത് വരുന്നത്. പിന്നാലെ ഉദ്ധവർ. കേശവൻ കൂട്ടത്തിലില്ലത്രേ. കാലയവന രാജാവിനെ തടയുവാൻ അവിടെ നിൽക്കുകയാണ്. കേശവൻ മാത്രമോ? രേവതി അതിശയിച്ചു. രേവതിയും പിതാവും പൗരജനങ്ങളും കോട്ടവാതിലിൽ എത്തി. ആദ്യം വരുന്ന കുതിരപ്പുറത്ത് ബലരാമനാണെന്ന് കണ്ട് രേവതി പിതാവിൻ്റെ പിന്നിലേക്ക് മാറി. നാണം കവിളിൽ കുങ്കുമച്ചാറു പരത്തി ബലരാമൻ രാജാവിൻ്റെ മുമ്പിലിറങ്ങി. കുശസ്ഥലിയിലെ ഭടന്മാർ കുതിരയുടെ കവഞ്ചി ഏറ്റുവാങ്ങി. പിന്നാലെ വന്ന ഓരോരുത്തരും കുതിരകളെ ഭടന്മാരെ ഏൽപ്പിച്ചു. ബഹുമാനിക്കേണ്ടവരും ആചരിക്കേണ്ടവരുമായ എല്ലാവരെയും രേവതി രാജകീയ ബഹുമാനത്തോടെ സ്വീകരിച്ചു. യാദവർക്ക് വിശ്രമിക്കുവാനുള്ള ഇടവും നൽകി. എല്ലാവരും എത്തിയെന്ന് ബോധ്യമായപ്പോൾ കേശവൻ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി കുശസ്ഥലിയിലേക്ക് നടന്നു. നഗരം മുഴുവൻ യാദവരെ കൊണ്ട് നിറഞ്ഞു. കേശവൻ ബലരാമനെ ചെന്ന് കണ്ടു. കാലയവനൻ്റെ നാശകഥ വിശദമായി ധരിപ്പിച്ചു. കേശവൻ എത്തിയ വിവരം വസുദേവനും ദേവകിയും അറിഞ്ഞു. മാധവൻ അവരെ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഉഗ്രസേന മഹാരാജാവിനെ കണ്ട് സുഖങ്ങൾ അന്വേഷിച്ചു. എല്ലാവരും സംതൃപ്തരാണെന്ന് കണ്ടപ്പോൾ മാധവന് ചാരിതാർത്ഥ്യം ഉണ്ടായി. മാധവൻ ബലരാമനോട് പറഞ്ഞു, നാളെ തന്നെ ഇവരെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം. നമുക്ക് മധുരയിലേക്ക് മടങ്ങുകയും വേണം. കേശവൻ്റെ വാക്കുകൾ ബലരാമൻ ശരിവെച്ചു. പ്രഭാതമായി. യാദവരോട് കേശവൻ പറഞ്ഞു, വഴിയിലെ ദുസ്തരങ്ങളും ദുർഘടങ്ങളുമായ അനുഭവങ്ങൾ നിങ്ങൾ മറക്കുക. മനോഹരമായ ഒരു സ്ഥലമാണ് ദ്വാരക എന്നോർക്കുക. എല്ലാവർക്കും സുഖമായി വസിക്കുവാൻ വേണ്ട സ്ഥലം ദ്വാരകയിലുണ്ട്. എല്ലാവർക്കും തുല്യമായ സ്ഥലമാണ് അവിടം. ഭവനങ്ങൾ എല്ലാം ഒരുപോലെയാണ്. മറ്റ് വിഭവങ്ങളും അതുപോലെ തന്നെ. രാജാവും ഭൃത്യരുമില്ല, അടിയനും ഉടയോനുമില്ല, ഉച്ചനീചത്വങ്ങളില്ല, വർഗഭേദങ്ങളില്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല. സമശീതോഷ്ണമായ അന്തരീക്ഷത്തിൽ സമത്വമുള്ളവരായി കഴിയണം. ആരും ആരെയും ഭരിക്കുകയില്ല. എല്ലാവർക്കും തുല്യമായ അനുഭവമാണവിടെ. ഒരു നിമിഷത്തിന് ശേഷം മാധവൻ പറഞ്ഞു, ഇന്നു തന്നെ എല്ലാവർക്കും ദ്വാരകയിലേക്ക് പോകാം. ദ്വാരക നിങ്ങളെ കാത്തിരിക്കുന്നു. ആഹ്ലാദത്തോടെ യാദവർ ദ്വാരകയ്ക്ക് തിരിച്ചു. ഭൂമിയിൽ ആദ്യത്തെ സമത്വ സുന്ദര നഗരം കേശവൻ സംഭാവന ചെയ്തു. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. കൃഷ്ണായനം എന്ന ഈ കഥയുടെ 3-ാം ഭാഗം, അതായത് 3-ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ വായിച്ചത്. ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം കൃഷ്ണായനത്തിൻ്റെ 4-ാമത്തെ പുസ്തകമാണ് വായിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.